ഇന്ന് ശരിക്കും കടലിൽ ചാകര തന്നെയായിരുന്നു. ഞങ്ങൾ ചെന്ന് ആദ്യത്തെ ഒരു വീശി തന്നെ കിട്ടിയ മീനാണ് ഈ കാണുന്നത്. ഇത് നന്ദൻ എന്നൊക്കെ പറയണ മീനാണ്. ഇത് അങ്ങനെ ഭയങ്കര വലിപ്പമൊന്നും വെക്കില്ല. ഇത് മാക്സിമം വലുത് തന്നെയാണ് നമുക്ക് കിട്ടിയേക്കണത്. ഇപ്പോൾ അത് അത്യാവശ്യം നല്ലതുപോലെ തന്നെ കിട്ടിയപ്പോൾ. പിന്നെ കിട്ടിയത് ഇത് കൊഴുവ എന്നൊക്കെ പറയണ അതേപോലത്തെ ഒരു മീനാണിത്. നത്തോലി ഒരു ചെറിയ മീനല്ല എന്ന് പറയൂലേ, പക്ഷെ നത്തോലി ചെറിയ മീൻ തന്നെയാണ്. ഇതിൻ്റെ മാക്സിമം വലിപ്പം തന്നെയാണ് നമുക്ക് കിട്ടിയേക്കണത്. അത്യാവശ്യം ഇത് ഇങ്ങനെ ഇതും ഈ നന്ദൻ എന്നൊക്കെ പറയുന്ന മീൻ ഇങ്ങനെ കൂട്ടത്തോടെ തന്നെ പാസ് ചെയ്ത് പോകുള്ളൂ. ആ സമയത്ത് നമ്മൾ വീശുമ്പോൾ ആ പാസ് ചെയ്യണ എല്ലാം നമുക്ക് കിട്ടും. ഇത് നന്ദൻ കിട്ടണ പോലെ നമുക്ക് ഈ മീൻ കിട്ടില്ല, അത്രം അധികം ഉണ്ടാവില്ല. ഇത്രയൊക്കെ തന്നെയാണ് ഇത് കിട്ടുള്ളൂ. പിന്നെ കിട്ടിയത് ഇത് അധികം എണ്ണം കൂടുതലൊന്നും ഉണ്ടാവില്ല. ഈ ഒരെണ്ണം രണ്ടെണ്ണമൊക്കെ വെച്ച് കിട്ടുന്ന മീനാണ് ഇത്. ഇതിൻ്റെ പേര് പ്രാഞ്ഞിലി അങ്ങനെയൊക്കെയാണ്. അങ്ങനെ എന്താണ് ഇതിൻ്റെ പേര്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ വറ്റ കിട്ടുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടും. വറ്റ അങ്ങനെ അധികം വലിപ്പമുള്ളതല്ല, ഒരു മീഡിയം സൈസ് വറ്റ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതും കിട്ടുന്നുണ്ട്. പിന്നെ ഇത് ചെമ്മീനാണ്, തെള്ളിച്ചെമ്മീൻ എന്നൊക്കെ പറയണത്. ഇതും അധികം വലുതല്ല, ചെറിയതാണ്. ഇതും അധികം വലുതാവില്ല. തെള്ളിച്ചെമ്മീൻ എന്നൊക്കെ പറയണ ഇപ്പോൾ നമ്മൾ ഉണക്കച്ചെമ്മീനൊക്കെ എടുക്കില്ല, അതേപോലെ ഉണക്കാനൊക്കെ ഉപയോഗിക്കണ ഒരു തരം ചെമ്മീനാണിത്. വീണ്ടും വീശിയപ്പോൾ കിട്ടിയത് ആ നന്ദൻ എന്ന് പറയുന്ന ആ മീൻ തന്നെയാണ് പിന്നെയും കിട്ടിയത്. രണ്ടാമത്തെ വലയിലും അതും അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി തന്നെയാണ് കിട്ടിയേക്കണത്. ഇത് വലയിൽ കയറിക്കഴിഞ്ഞാൽ നമുക്കൊരു 2-3 മണിക്കൂറത്തേക്ക് ശരിക്കും പറഞ്ഞാൽ പിന്നെ വല വീശാൻ പറ്റില്ല. എല്ലാവരും കൂടി അത് എടുത്ത് മാറ്റി എല്ലാം അതിൽ നിന്ന് ഊരി എടുത്തായിരുന്നു വലയിൽ. പിന്നെ ചെമ്മീൻ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ചില സമയത്ത് വീശുമ്പോൾ അത്യാവശ്യം നല്ലതുപോലെ കിട്ടും. ഈ തെള്ളിച്ചെമ്മീനാണ്. കിട്ടിയ അതെടുത്ത് ആ നന്ദൻ എടുത്തിട്ട് അതിലേക്ക് വേറൊരു നെറ്റുണ്ട്, അതിൻ്റെ അകത്തേക്ക് എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. ആ ഒരു ഇപ്പോൾ വീശിയപ്പോൾ കിട്ടിയതാണ് ഈ കാണുന്നത് നന്ദൻ. ഒരു വീശിന് തന്നെ കിട്ടണത് അത്യാവശ്യം നല്ലതുപോലെ കിട്ടി. നന്ദൻ എന്ന് പറഞ്ഞാൽ അത്ര കൂട്ടത്തോടെയാണ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുള്ളൂ. ആ സമയത്ത് ചില സമയത്ത് നമ്മൾ എന്താ പറയുക, വലയിൽ അത് കയറല്ലേ എന്നുള്ള ഒരു പ്രാർത്ഥനയിലായിരിക്കും നമ്മൾ വല വീശണത്. കാരണം അത് വലയിൽ കയറിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ടൈം നമുക്ക് പോകും. കാരണം അതെല്ലാം ഇങ്ങനെ നെറ്റിൽ കുത്തിയിരിക്കും. പിന്നെ ഇത് തെള്ളിച്ചെമ്മീൻ തന്നെ. ലാസ്റ്റ് ഇത് മറ്റേ നാരൻ ചെമ്മീൻ എന്ന് പറയുന്നത്, അത് അത്യാവശ്യം വലിപ്പമുള്ള നല്ല വലിയൊരു ചെമ്മീനാണ്. നാരൻ എന്നൊക്കെ പറയുന്ന സൈസ് ചെമ്മീനാണ്, അത്യാവശ്യം വലുതാണത്. പിന്നെ കൂട്ടത്തിലൊരു കൊഞ്ച്, ചെമ്മീൻ്റെ തന്നെ വലിയ കൊഞ്ചെന്ന് പറയുന്നത്, അതൊരെണ്ണം കിട്ടി. പിന്നെ മീൻ കുറച്ച് കിട്ടിയായിരുന്നു.
ഇത് മൊത്തം ലാസ്റ്റ് എല്ലാം ഇങ്ങനെ തിരിഞ്ഞ് മാറ്റി വെക്കുകയാണ്. മീനും ചെമ്മീനും എല്ലാം കൂടി മിക്സായി കിടക്കുന്നതുകൊണ്ട് എല്ലാം മാറ്റി. ഇതാണ് കൊഴുവ. അത്യാവശ്യം കൊഴുവ ഉണ്ടായിരുന്നു, നത്തോലി കുറച്ചധികം കിട്ടിയായിരുന്നു അതും. അപ്പോൾ ഇനിയും ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ എന്താ പറയുക, ഇതേപോലത്തെ നല്ല നല്ല വീഡിയോയുമായിട്ട് ഇനിയും ഞാൻ വരും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും എനിക്കൊന്ന് വേണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം.